ദീന് എന്ന് പറഞ്ഞാൽ എന്താണ്? പറയാം, ദീന് എന്ന് പറഞ്ഞാൽ സുന്നത്ത് കുറെ കൊണ്ടിടക്കലല്ല. ദീൻ എന്താണ്? വാജിബിനെ മുഴുവനും ചെയ്യലും ഹറാം പറകുട്ടി ഹറാമിൽ നിന്ന് രണ്ട് കാര്യമാണ് ദീന്. എന്താണ് രണ്ട് കാര്യം? അമില മാ ഔജബല്ലാഹു അലൈഹി വജ്തനബ മാ ഹറമല്ലാഹു അലൈഹി. അള്ളാഹു വാജിബാക്കിയത് ചെയ്തു, അള്ളാഹ് ഹറാമാക്കിയത് ഒഴിവാക്കി. ബസ് കഴിഞ്ഞു. ഇനി പറഞ്ഞൊന്നും തീരില്ല, ബാക്കിയൊക്കെ മേമ്പൊടിയാണ്. ഫിത്ന എന്ന് പറഞ്ഞാൽ എന്താണ്? ഫിത്ന എന്ന് പറഞ്ഞാൽ നല്ല മനുഷ്യന്മാരെന്ന് നമ്മൾ വിചാരിക്കുന്നവർ നാട് കലക്കാൻ വേണ്ടിയും കുടുംബം കലക്കാൻ വേണ്ടിയും ചെയ്യുന്ന പണികളാണ് എന്ത്? അയൽപക്ക ബന്ധങ്ങളും കുടുംബവും നാടും കലക്കാൻ വേണ്ടി നല്ലതെന്ന് നമ്മൾ വിചാരിക്കുന്ന ജനങ്ങൾ ചെയ്യുന്നതാണ് എന്ത്? ഫിത്ന. അതാണ് ഫിത്ന. അൽ ഫിത്നതു നായിമ ഫമൻ അയഖലഹാ ഫഅലൈഹി ലഅനത്തുല്ലാഹ്. എഴുതിയേക്കി. ഫയതഅല്ലമുന മിൻഹുമാ. അറൂത്ത് മാറൂത്തിൽ നിന്ന് ജനങ്ങൾ പഠിക്കാൻ തുടങ്ങി. എന്ത്? മാ ഒരു സിഹർ. യുഫരിഖുന, അവർ വിട്ടുപിരിക്കും. ബിഹി, ഈ സിഹർ കൊണ്ട് ബൈനൽ മർഇ വസൗജിഹി, ഭാര്യയുടെയും ഭർത്താവിൻ്റെ ഇടയിൽ വിട്ടുപിരിക്കുന്നത് വിദ്യ പഠിച്ചു. അപ്പോൾ ഈ ലോകത്ത് ആദ്യമായി സിഹർ വന്നത് എന്തിനാ? അതിൻ്റെ കച്ചവടം പൊളിക്കാനല്ല, ഭാര്യ ഭർത്താവിന് വിട്ടിരിക്കണം. അതിനാണ് സിഹർ ഭൂമിയിൽ ആദ്യം ഇറങ്ങിയത്. നഊദു ബില്ലാഹ്. നമ്മൾ സ്വലാത്തിലുണ്ട്, പക്ഷെ ഹറാമും ചെയ്യുന്നുണ്ട്. നമ്മൾ സ്വലാത്തും ചെല്ലുന്നുണ്ട്, അതിൻ്റെ 100 ഇരട്ടി ഹറാം ചെയ്യുന്നുണ്ട്. ഈ മഹാൻ പറയുന്നു, ഞാൻ റസൂലുള്ളാഹിനെ പ്രേമിക്കുന്നു, റസൂലുള്ളാഹിന്റെ ബർക്കത്ത് കൊണ്ട് ഇന്ന് വരെ അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം ഞാൻ ചെയ്തിട്ടില്ല, ചെയ്യട്ടേ ഇല്ല. എന്ത് വ്യത്യാസം? അവിടെ ഞാൻ വ്യത്യാസം പഠിക്കണം. എന്ത്? നമ്മൾ റസൂലുള്ളാഹിനെ സ്നേഹിക്കുന്നില്ല എന്നുള്ളതാണ് കാരണം. അതാണ് കാരണം. നമ്മൾ വലിയ മലിപ്പത്തരം പറഞ്ഞു നടക്കുകയാണ്. എല്ലാവരും മലിപ്പത്തരം പറഞ്ഞ് അങ്ങനെ നടക്കുക. റസൂലുള്ളാഹിനെ പ്രേമിക്കുക എന്ന് വരുത്തി തീർക്കുക. എന്തിനാ വരുത്തി തീർക്കുന്നത്? ഹറാമ് ചെയ്യാനുള്ള സൗകര്യത്തിന് വേണ്ടി. അങ്ങനത്തെ ആളുകളെ എനിക്കറിയാം. അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. നമ്മളെ നാട്ടിൽ നമ്മൾ പ്രത്യക്ഷത്തിൽ നടത്തുന്നത് ഇഷ്ക് മജ്ലിസാണ്, അതിൻ്റെ അപ്പുറത്ത് തോന്നിയാസാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത്? ബിയുംനി റസൂലില്ല. റസൂലുള്ളാഹിന്റെ ബർക്കത്തുകൊണ്ടാണ് എനിക്ക് ഹറാമ് ചെയ്യാൻ പറ്റാത്തത്. അപ്പം റസൂലുള്ളാഹിനെ പ്രേമിക്കുന്നൊരു മനുഷ്യൻ ഹറാമ് ചെയ്യൂല. അപ്പം അല്ലാത്തവർ വെറുതെ പറയാണ്. നമ്മളൊക്കെ പറയുകയാണല്ലോ എനിക്ക് റസൂലുള്ളാഹിനെ പ്രേമാണ്. അത് നമ്മൾക്ക് മാർക്കറ്റിങ്ങിനുള്ള ഒരു ടൂളാണ്. റസൂലുള്ളാഹിനെ ഒരാൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്താണ് അവൻ്റെ അവസ്ഥ? ശർഈന് വിരുദ്ധമായി ഒന്നും ചെയ്യില്ല. കാരണം റസൂലുള്ളാഹി വന്നത് എന്തിനല്ല? മൗലൂദ് ഓതിക്കാൻ വന്നതല്ല. റസൂലുള്ളാഹി വന്നത് എന്തിനു വേണ്ടിയാണ്? ശരീഅത്ത് കൊണ്ട് വന്നതാണ്. റസൂലുള്ളാഹി മൗലൂദ് ഓതിക്കാൻ വേണ്ടി വന്ന നബിയല്ല. നിങ്ങൾ മൗലൂദ് ഓതിയാലും നബിക്ക് അൽഹംദുലില്ലാ, നിങ്ങൾ മൗലൂദ് ഓതിയിട്ടില്ലെങ്കിലും നബിക്ക് അൽഹംദുലില്ലാ. നിങ്ങൾ മൗലൂദ് ഓതിയിട്ടില്ലെങ്കിൽ എന്താണ് റസൂലുള്ളാഹിക്ക്? ഇന്നല്ലാഹു വ മലായികതഹു യുസല്ലൂന അലൻ നബി. അള്ളാഹിൻ്റെ മലക്കുകളും റസൂലുള്ളാഹിനെ മൗലൂദ് ഓതുന്നുണ്ട്. പിന്നെ നിങ്ങൾ മൗലൂദ് ഓതേണ്ട ആവശ്യം റസൂലുള്ളാഹിക്ക് എന്താ? ചാടാൻ വേണ്ടി അടി കൂടെ ചാടാൻ നോക്കണ്ട. അങ്ങനെയുണ്ടല്ലോ നമ്മൾ എന്ത് ചെയ്യുക, ഈ ബാരിക്കേഡുകളൊക്കെ കെട്ടിയിട്ടുണ്ടല്ലോ, ഉള്ളിൽ കൂടി ഒരു ചാട്ടം. നമ്മൾ മൗലൂദ് ഓതുന്നുണ്ട് എന്ന പേരിൽ അടി കൂടി ചാടുക. എൻ്റെ മൗലൂദ് ആർക്ക് വേണം? റസൂലുള്ളാഹി വന്നത് നിങ്ങളെല്ലാവരും റബീഉൽ അവ്വലിൽ മൗലൂദ് ഓതിയിട്ട് കോലുമലൊരു ശീലി കുത്തി അങ്ങാടി കൂടി നടക്കാൻ വേണ്ടി വന്നതാണോ റസൂലുള്ളാഹി? ആണോ? പറയും. അതല്ല. റസൂലുള്ളാഹി വന്നത് നിങ്ങൾ കുറച്ച് ആളുകൾ റസൂലുള്ളാഹിൻ്റെ പേരിൽ ഹാ ഹൂ എന്ന് പറഞ്ഞാൽ കുറച്ച് ദിക്റ് എല്ലാം വേണ്ടി, അതിനാണോ റസൂലുള്ളാഹി വന്നത്? അതുമല്ല. അതൊക്കെ നല്ല കാര്യമല്ലേ? നല്ലതാണെങ്കിൽ നല്ലതാണ്. പപ്പടം പൊരിച്ചത് നല്ലതാണ്. ചോറുണ്ടെങ്കിൽ, ചോറില്ലെങ്കിൽ ഇന്നത്തെ പപ്പടം പൊരിച്ചത്, പപ്പടം പൊരിച്ചത് നല്ലതാണ്, പക്ഷെ ചോറാണ്. നബി വന്നത് ശരീഅത്ത് ഏൽപ്പിക്കാനാണ്. അപ്പം ശരീഅത്തിന് ഒരു മനുഷ്യന് ശ്രദ്ധ ഇല്ലെങ്കിൽ അവൻ അള്ളാഹിൻ്റെ റസൂൽ ശത്രുവാണ്. നമ്മളെ കാക്കട്ടെ. ശരീഅത്താണ് ദീന്. അത് പാലിക്കുന്നവർ ഏറെ ചെയ്യുന്നതാണ് മറ്റതൊക്കെ.
തലയിൽ കെട്ടുന്നത് നല്ലതാണ്, പക്ഷെ തുണി ഉണ്ടാകണം. തുണി കൊടുത്തിട്ടില്ല, തലയിൽ കെട്ടുന്ന സുന്നത്ത് വിടൂല. മനസ്സിലായില്ല? തലയിൽ കെട്ട് വിടൂല. ഒരുത്തൻ ദായിമുൽ വുളു ആയ ഒരുത്തന് അന്യ പെണ്ണിനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഗ്ലൗസ് ഇട്ടു. അന്യ പെണ്ണിനെ പിടിച്ചാണ് ബീച്ച് കൂടി നടക്കുകയാണ്. അപ്പോൾ ഒന്നും മുറിയരുതല്ലോ, ദായിമുൽ വുളു. വേറെ തൻ്റെ പെണ്ണുങ്ങളെയും കൊണ്ട് ബീച്ച് കൂടി നടക്കുകയാണ്. പക്ഷെ എന്ത് മുറിയരുത്? ഒന്നും മുറിയാൻ പാടില്ല. കാരണം അന്യ സ്ത്രീകളുടെ തൊലി തമ്മിൽ തൊട്ടാൽ ഒന്നും മുറിയും. അപ്പം അത് പറ്റൂല. അപ്പോൾ എന്ത് ചെയ്തു? നേരത്തെ തന്നെ ഗ്ലൗസ് കരുതി. അയൽവാസിൻ്റെ പെണ്ണുങ്ങളെയും കൊണ്ട് ബീച്ച് കൂടി നടക്കാൻ വേണ്ടി ഗ്ലൗസ് കരുതി. ഇതാണിപ്പം നമ്മളെ കളികളൊക്കെ. എന്തുകൊണ്ട് ഒന്നും മുറിയാൻ പാടില്ല? അത് ഉസ്താദ് അന്ന് പറഞ്ഞ മുതലേ എനിക്ക് എന്തുണ്ട്? ഇന്നലെ ഒരാൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളാ പറഞ്ഞതിന് ശേഷം എനിക്ക് ഒന്നും ഒഴിവായിട്ടില്ല. നല്ലോണം നമ്മൾ ചിന്തിക്കണം. നമ്മളെന്ന് പറഞ്ഞാൽ ബാരിക്കേഡിൻ്റെ അടിയിൽ കൂടി ചാടാൻ നോക്കുകയാണ്. അതാണ് നമ്മളെ പരിപാടി. അത് ദീനല്ല. നമ്മൾ കാട്ടിക്കൂട്ടുന്നതിന് മുഴുവനും വകുപ്പുണ്ടാക്കലിന് സുന്നി എന്നല്ല പറയാം. അതിന് സുന്നി അറിയില്ല. ശരീഅത്ത് പാലിക്കണം. അതിനാണ് റസൂൽ വന്നത്. ശരീഅത്തിൽ അള്ളാഹു ഹറാമാക്കിയ, അള്ളാഹു വാജിബാക്കി ചെയ്യണം. സുബഹിൻ്റെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നത് ഖൈറുൻ ലക മിന ദുനിയ വ മാ ഫിഹ. ഈ ദുനിയാവിൽ എന്ത് കിട്ടുന്നേക്കാൾ നല്ലത് എന്ത് ചെയ്യലാണ്? സുബഹിൻ്റെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്താണ്. അപ്പം സുന്നത്ത് നിസ്കരിച്ച് കിടന്നുറങ്ങി. പിന്നെ 12 മണിക്ക് എണീറ്റ് എന്ത് ചെയ്തില്ല? സുബഹി നിസ്കരിച്ചില്ല. എൻ്റെ ഒപ്പാര ശൈത്താന. അതന്നെ എൻ്റെ ഒപ്പം ശൈത്താന. അത് മനസ്സിലാക്കണം. എൻ്റെ ഒപ്പം ശൈത്താനാണ് എന്ന് മനസ്സിലാക്കണില്ല. നല്ലോണം മനസ്സിലാക്കണം. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കാട്ടിക്കൂട്ടലിൻ്റെ പിന്നാലെ ഒരു നടത്തവും നടക്കണ്ട. അതിലൊന്നും ഖൈറില്ല. മജ്‌ലിസ് നൂറിൽ പങ്കെടുത്ത നല്ലതല്ലേ? ആണ്. പക്ഷെ നേരത്തിൽ നിസ്കരിക്കണം. നിസ്കാരത്തിൽ എനിക്ക് ശ്രദ്ധയില്ല. മജ്‌ലിസ് നൂറിൻ്റെ ആളിച്ചാണ്. ഒരു നാട്ടിലൊരു വയലുണ്ടാക്കി. ഒരു സയ്യിദാണ് ഉദ്ഘാടകൻ. അങ്ങനെ ഒരുത്തൻ്റെ വീട്ടിലേക്ക് ഭക്ഷണത്തിന് കൊണ്ടുപോയി. അങ്ങനെ ഞാനുണ്ട്, സയ്യിദ്, ആ സയ്യിദുണ്ട്. ഭക്ഷണത്തിന് പോയി. പരിപാടിയൊക്കെ കഴിഞ്ഞ് ഭക്ഷണത്തിന് പോയി. അങ്ങനെ ആ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചു. അപ്പോൾ ആ വീട്ടിലെ മകനാണ് സംഘാടകൻ. ഭയങ്കര സംഘാടകനാണ്, നല്ല പ്രവർത്തകനാണ്, അവിടുത്തെ അറിയപ്പെട്ട പ്രവർത്തകൻ. അങ്ങനെ അവൻ്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചു. അവൻ്റെ വാപ്പ നല്ലൊരു ദീനിയായ മനുഷ്യനാണ്. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് ദ്വാരന്ന് ഇറങ്ങാൻ നേരത്ത് ആ ബാപ്പ പറഞ്ഞ്, ഇനി തങ്ങളെ ഓനോട് 5 വക്ത് നിസ്കരിക്കണം എന്നും കൂടി നിങ്ങളാണ് പറഞ്ഞത്. മനസ്സിലായില്ല? അവിടുത്തെ പ്രധാനപ്പെട്ട പ്രവർത്തകൻ ഓനാണ്. നല്ല ഉഷാറുമാണ്, ഭയങ്കര ആളാണ്. ഓനാണ് ഈ വയലുണ്ടാക്കിക്കണത്. അതിന് ബാക്കിയുള്ള പൈസയൊക്കെ ഓനാണ് കൊടുക്കുക. എല്ലാത്തിനും ഭയങ്കര ഉഷാറാണ്. അപ്പോൾ വയറ് കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് വയർന്ന് ഈ സയ്യിദും ഞാനും കൂടി ഇറങ്ങുമ്പോൾ സയ്യിദിനോട് പുരക്കാരനായ ബാപ്പ പറഞ്ഞു, എന്ത്, നിങ്ങൾ ഓനോട് 5 വക്ത് നിസ്കാരം കൂടി വേണമെന്നും കൂടി പറഞ്ഞാൽ ബാക്കിയൊക്കെ ഉഷാറാണ്. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായോ? ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ അനുഭവമുള്ള കാര്യങ്ങളാണ്. ഇതിനൊക്കെ ഉഷാറാണ്. പക്ഷേ എവിടെ പിശാചി തെറ്റിച്ചു? 5 വക്ത് നിസ്കാരമല്ലേ, പിന്നെ അവൻ്റെ ദീനെന്താണ്? 5 വക്ത് നിസ്കാരമല്ലെങ്കിൽ അവൻ്റെ ദീനിന് എന്ത് വിലയുള്ളത്? മജ്‌ലിസ് നൂറി അല്ലല്ലോ അള്ളാഹു തആല വാജിബാക്കിയിട്ടില്ല. മൗലൂദോദനും അള്ളാഹു തആല വാജിബാക്കിയിട്ടില്ല. അള്ളാഹു വാജിബാക്കിയത് 5 വക്ത് നേരത്തിന് നിസ്കരിക്കും. അത് അള്ളാഹു വാജിബാക്കിയതാണ്. അത് സമയം തെറ്റാൻ പറ്റൂല. നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. അതിന് ശേഷം ബാക്കിയൊക്കെ ഇതിനൊക്കെ നല്ലതാണ്. ഇത് നല്ലതല്ല എന്ന് പറയുന്നവൻ അക്രമിയാണ്. മൗലൂദ് ഓടാൻ പാടില്ല എന്ന് പറഞ്ഞവൻ 100 വട്ടം അക്രമിയാണ്. അള്ളാഹു അക്രമികളെ തൊട്ട് നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ.
അതൊന്നൊക്കെ അക്രമികളാണ്. ആ പാട്ട് പറ അക്രമി. പക്ഷെ അതൊന്നും അയിമ്മൽ എന്തായി ചുറ്റിത്തിരിഞ്ഞിട്ട് നമ്മളെ ദീന് നഷ്ടപ്പെടണ്ട. ദീന് വാജിബാത്തിനെ സൂക്ഷിക്കലും ഹറാമിൽ നിന്ന് അതാ റസൂലുള്ളാഹിനുള്ള പ്രേമത്തിന്റെ അടിസ്ഥാനം. മനസ്സിലായില്ലേ? ഇതൊന്നും ഇല്ലാത്തവർക്ക് അള്ളാഹു തആല പുറത്തു കൊടുക്കൂലേ? മൗലൂദോത്തവർക്ക് അള്ളാഹു തആല പുറത്തു കൊടുത്തൂലേ? ഇനിയിപ്പോൾ ഇതൊക്കെ ചില ആളുകൾ പറയും, എന്നാലും പടച്ചോന് പുറത്തു കൊടുത്തോളൂ ഉസ്താദേ, പടച്ചോന് ഇതൊന്നും ഇല്ലാതെ പുറത്തു കൊടുത്തു. മരണം വരെ ശിർക്ക് ചെയ്ത ഒരു മനുഷ്യന് മരണനേരത്ത് നമ്മളാരും അറിയാതെ അള്ളാഹു ഹിദായത്ത് കൊടുത്തൂടെ? കൊടുക്കാം. അവനെ കൊണ്ട് ഈ ചുടലിയിൽ കുഴിച്ചിടാം. അവൻ അള്ളാഹിൻ്റെ അടിമയായി നാളെ മഹ്ശറിൽ വരും. മരിക്കണതിൻ്റെ ഒരു സെക്കൻഡ് മുമ്പ് അള്ളാഹു തആലക്ക് ഹിദായത്ത് കൊടുത്തൂടെ? പറയേ, ആ സെക്കൻഡും അവനും തമ്മിൽ അള്ളാഹ് നേരിട്ട് വർത്താനം പറഞ്ഞൂടെ? ആ വെന്റിലേറ്ററിൽ കടന്ന നേരത്ത് നമ്മളോടോ മുണ്ടണില്ല. ഒരു മാധവൻ, ഒരു വേലായുധൻ, അല്ലെങ്കിൽ ആയുസ് മുഴുവനും കള്ളു കുടിച്ച ഒരു മുഹമ്മദ്, ഒരു അബ്ദുറഹ്മാൻ വെന്റിലേറ്ററിലിട്ടു, നമ്മളോട് മിണ്ടണില്ല, ഒന്നുമില്ല. ആ നേരത്ത് അവനോട് ആർക്ക് വർത്താനം പറയാ? അവന്റെ റബ്ബിന് സംസാരിച്ചൂടെ? റബ്ബ് മോന് വെളിച്ചം കൊടുത്തൂടെ? ഈ കുടുങ്ങിയ ഒരു മനുഷ്യനെ കുടുങ്ങിയ നേരത്തെ സഹായിച്ചിട്ടുണ്ട്, അതുകൊണ്ട് മാത്രം ഞാൻ എന്നെ ഏറ്റെടുക്കാന്ന് പറഞ്ഞ് അല്ലാഹു തആല ഏറ്റെടുത്തൂടെ? മനസ്സിലായില്ലേ പറഞ്ഞത്? ഒരു കഷ്ടപ്പെട്ട ഒരു കുടുംബത്തിന് ഒരു തരി പൊന്നില്ലാതെ മകളെ കെട്ടിക്കാൻ ഒരുങ്ങിയപ്പോൾ നാടാകെ തെണ്ടിയിട്ട് ആ കുട്ടിനെ കെട്ടിച്ചിട്ടുണ്ട്. അതിൻ്റെ പേരിൽ ഒരാനുകൂല്യം പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ എന്നെ ഏറ്റെടുക്കാണെന്ന് റബ്ബിന് പറഞ്ഞൂടെ? റബ്ബിന് പറഞ്ഞൂടെ? പറയാം. റബ്ബ് ഹിദായത്ത് കൊടുത്തൂടെ? കൊടുക്കാം. കള്ളുടിയന്മാരെ കൂട്ടത്തിൽ നരകത്തിൽ വരുമെന്ന് നമ്മൾ വിചാരിച്ച മനുഷ്യൻ നമ്മളെ മുന്നിൽ നടന്നൂടെ? മനുഷ്യ നടന്നൂടെ? നടക്കാം. ആയുസ് മുഴുവൻ വ്യഭിചരിച്ച വേശ്യക്ക് അല്ലാഹു തആല പുറത്തു കൊടുത്തൂടെ? അപ്പനത്തിൽ മൗലിദ് ഓതിയിട്ടില്ലെങ്കിൽ പുറത്തു കൊടുത്തൂടെ എന്ന് ചോദ്യത്തിന് വായന. അള്ളാഹു പരമാവധി ദീന ഇതാണ്. ദീന് എന്ന് പറഞ്ഞാൽ എന്താണ്? ദീന് എന്ന് പറഞ്ഞാൽ സുന്നത്ത് കുറെ കൊണ്ടിടക്കലല്ല. ദീൻ എന്താണ്? വാജിബിനെ മുഴുവനും ചെയ്യലും കുട്ടി ഹറാമിൽ നിന്ന് രണ്ട് കാര്യമാണ് ദീന്. എന്താണ് രണ്ട് കാര്യം? അമില മാ ഔജബല്ലാഹു അലൈഹി വജ്തനബ മാ ഹറമല്ലാഹു അലൈഹി. അള്ളാഹു വാജിബാക്കിയത് ചെയ്തു, അള്ളാഹ് ഹറാമാക്കിയത് ഒഴിവാക്കി. ബസ് കഴിഞ്ഞു. ഇനി വേറൊന്നും തീരില്ല. ബാക്കിയൊക്കെ മേമ്പൊടിയാണ്. ബാക്കി ഉണ്ടായാനല്ലത്, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ചോറും കറിയും കിട്ടിയാൽ തന്നെ അൽഹംദുലില്ലാ. വേറെ എനക്ക് ആവശ്യം വരുന്നത് എനക്ക് മുണിങ്ങിയത് കയറിയിട്ടാ. ചമ്മന്തില്ലാതെ ഞാനൊരു ബറ്റൊന്നുമില്ല എന്നിട്ട് പറഞ്ഞത് എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാണ്? പറയടാ. ചമ്മന്തില്ലാതെ ഞാനൊരു ബറ്റ് തിന്നൂല, മോരും തൈരും ഇല്ലാതെ ഞാൻ ഉച്ചക്ക് ചോറൊന്നുമില്ല എന്ന് വെച്ച് പറഞ്ഞത് എന്തുകൊണ്ടാണ്? എനക്ക് രാവിലെ മുണങ്ങിയത് ഇപ്പോഴും ദഹിച്ചിട്ടില്ല. എന്നായി രാവിലെ മുണങ്ങിയത് ദഹിച്ചിട്ടുണ്ട്. പള്ളിയിൽ ഇങ്ങനെ നിന്നിട്ട് പാമ്പം കൊക്കുകയാണെങ്കിൽ ജന്തു പറയില്ല. പറയടാ, ജന്തു പറയില്ല. എനിക്ക് എരിശ്ശേരി വേണ്ട, പുളിശ്ശേരി വേണ്ട. ഓള് ചോറ് കൊണ്ടെന്ന് വെക്കുമ്പോഴത്തേക്ക് പകുതി തിന്നു, ചാറ് കറി വരുന്നതിന് മുമ്പ്. എന്തേ? ചത്തിനും കുഴങ്ങിയിട്ടുണ്ട്. മറ്റതൊക്കെ നമുക്ക് ആവശ്യം. മനസ്സിലായി പറഞ്ഞത്? ഈ സുന്നത്തുകളൊന്നും ദീനിന് ആവശ്യമില്ല. ഗീബത്ത് പറയൽ നിർത്തിയാൽ മതി. ഈ ഫിത്ന ഉണ്ടാക്കൽ നിർത്തിയാൽ മതി. ഫിത്ന എന്ന് പറഞ്ഞാൽ എന്താണ്? ഫിത്ന എന്ന് പറഞ്ഞാൽ നല്ല മനുഷ്യന്മാരെന്ന് നമ്മൾ വിചാരിക്കുന്നവർ നാട് കലക്കാൻ വേണ്ടിയും കുടുംബം കലക്കാൻ വേണ്ടിയും ചെയ്യുന്ന പണികളാണ് എന്ത്? അയൽപക്ക ബന്ധങ്ങളും കുടുംബവും നാടും കലക്കാൻ വേണ്ടി നല്ലതെന്ന് നമ്മൾ വിചാരിക്കുന്ന ജനങ്ങൾ ചെയ്യുന്നതാണ് എന്ത്? ഫിത്ന. അതാണ് ഫിത്ന. അൽ ഫിത്നതു നായിമ ഫമൻ അയഖലഹാ ഫഅലൈഹി ലഅനത്തുല്ലാഹ്. അൽ ഫിത്നതു നായിമ ഖാല നബിയുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, അൽ ഫിത്നതു നായിമ, ഫിത്ന എവിടെയും ഉറങ്ങിക്കിടക്കുകയാണ്. എല്ലാ നാട്ടിലും അതിന്റെ ബേസിക് സോഴ്സ് ഉണ്ടാവും. മനസ്സിലായില്ലേ? ചിന്തിക്ക്. എവിടെയുണ്ടത്? അൽ ഫിത്നതു നായിമ.
നല്ല നിലക്ക് പോരുന്നൊരു കുടുംബം നാശാകാൻ അവിടെ ഫിത്ന ഉണ്ടാവും. ഉണ്ടാകാനുള്ള സാധനം അവിടെ ഉണ്ട്. മൂത്തച്ഛ ഇളയച്ച് എണീറ്റ് വന്നപ്പോ ഇളയച്ച അടുക്കളയിലില്ല. ഓള് പിന്നെ അവളെ കുളിയും അതിനൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേന് 5 മിനിറ്റ് കഴിഞ്ഞു. ഞൈമ വർത്തനമൊക്കെ പറയാൻ അവകാശമുണ്ട്, പറയാലോ. ഈ 5 മിനിറ്റ് ഓള് കാൽക്കുലേറ്റ് ചെയ്യും. ആ 5 മിനിറ്റ് 5 മണിക്കൂർ പോലെ ഓൾക്ക് തോന്നും. ഓളെ ഭർത്താവിനെ കെട്ടിപ്പിടിച്ച് കിടന്നപ്പോഴുള്ള 5 മണിക്കൂറൊക്കെ 5 മിനിറ്റ് ആയിട്ടേ തോന്നിയിട്ടുള്ളൂ. ഈ 5 മിനിറ്റ് അവർക്ക് 5 മണിക്കൂറായി അങ്ങോട്ട് തോന്നും. നിങ്ങളിൻ്റെ കൂടെ അല്ല, സമയത്തിന് ആപേക്ഷികത്വമുണ്ട്. നിങ്ങളിൻ്റെ കൂടെ ഇല്ല, നിങ്ങളിൻ്റെ കൂടെ ഒരു കാലത്തുണ്ടായിട്ടില്ല. സമയത്തിനൊരു ആപേക്ഷികത്തുണ്ട്, മനസ്സിലായില്ലേ? സമയത്തിനൊരു ആപേക്ഷികത്തുണ്ട്. ചിലത് 5 മിനിറ്റ് 5 മണിക്കൂറാവും, ചിലപ്പോൾ 5 മണിക്കൂർ 5 മിനിറ്റ് ഇങ്ങോട്ട് പോകും. അപ്പോൾ ഓളായ്മ വർത്താനം പറയാം. എന്ത് അമ്മായിമ്മ? പിന്നെ രണ്ടാമത്തെ ഇവൾ അടുക്കളയിൽ വന്നപ്പോൾ വരുന്നത് അമ്മായിമ്മ സാധാരണ 8 മണിക്കാണ് വരല്. അടുക്കളയിൽ അന്ന് നേരത്തെ വന്നു അമ്മായിമ്മ. അപ്പോൾ എന്തേ കുഞ്ഞാളെത്തിയില്ലേ? അപ്പോൾ ഇവൾക്ക് പറയാം ഓളതിന് എന്നാ നേരത്തെ വരല്? കഴിഞ്ഞു. ഇപ്പത്തന്നെ ഓള് പറഞ്ഞിട്ടുള്ളൂ, ഇനി ഓളൊന്നും പറഞ്ഞിട്ടില്ല. അമ്മായിമ്മ എന്ന് പറഞ്ഞാൽ ഒരു ടൂള് കിട്ടിയാൽ വയസ്സായ മനുഷ്യന്മാരല്ലേ, ഓൾക്ക് വേറെ പണി ഉണ്ടാവില്ല. പ്രത്യേകിച്ച് അമ്മോശാക്ക് നേരത്തെ മരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അമ്മായിമ്മക്ക് ലൈസൻസ് ഉണ്ടാവില്ല. നേരത്തെ അമ്മോശാക്ക് മരിച്ച അമ്മായിമ്മ മോശമൊന്നും അല്ല, നല്ലതൊന്നും അല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഒന്നും ഇനി മയനൊക്കെ ഉണ്ടാ, ഞാൻ പറയാം. ഇനി അമ്മായിമ്മ ആരും വർത്താനം പറഞ്ഞു. അപ്പോഴാണ് ഓളാങ്ങൾ ഇന്ന് കാണാൻ വന്നത്. അപ്പോൾ ഓനോടും പറഞ്ഞു കഴിഞ്ഞു, ആ കുടുംബത്തിൻ്റെ കഥ കഴിഞ്ഞു. നല്ല എനിക്ക് പോയിനി. ഇവിടെ എന്തേ ഉണ്ടായിട്ടുള്ളൂ? എന്തേ ഉണ്ടായിട്ടുള്ളൂ? എന്തിപ്പോ ഉണ്ടായത്? അതിനിപ്പോ ഓളെന്നിപ്പോ നേരത്തെ വന്നു ഒറ്റ വാക്ക്. ഫിത്ന എല്ലാ പൊരയിലും ഉറങ്ങിക്കിടക്കുന്നുണ്ട്, എല്ലാ അയൽപക്കത്തും ഉറങ്ങിക്കിടക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? ചിന്തിക്കൽ ഫിത്നത്തുനായിമ. രണ്ട് അയൽവക്കക്കാർ വർത്താൻ പറയുന്ന നേരത്ത് മൂന്നാമത്തെ അയൽവക്കക്കാരൻ ഇങ്ങനെ എന്തായി മോട്ടോർ സൈക്കിളും ഇങ്ങനെ ഒറ്റ പോക്കണുള്ളൂ. അപ്പൊ പിന്നെ രണ്ടാളും ഓനെന്തിപ്പോ ഒന്നും മുണ്ടാതെ പോയത്. അപ്പൊ മറ്റോ പറഞ്ഞു ഓനിന് എന്നാ മര്യാദ ഉള്ളത്? പിന്നെ ഇപ്പൊ നമ്മൾ അയൽവക്കക്കാരെന്നു ഞാൻ ക്ഷമിക്കല്ലേ. കഴിഞ്ഞു, ആ വർത്താനത്തോടുകൂടെ കഴിഞ്ഞു. ഓനെന്തേ മുണ്ടാഞ്ഞ്? മുണ്ടാഞ്ഞ് ഒന്നുമല്ല, ഓൻ തലപ്പിരാന്തായിട്ട് പോയതാണ്. ഓനെന്തോ പ്രശ്നമുണ്ട്, ആ പ്രശ്നം നമ്മളറിയില്ല. ഓനവിടെ ആരെയും കണ്ടിട്ടില്ല, ഓൻ്റെ പെണ്ണുങ്ങളെ വരെ കാണാതെ ഇറങ്ങിയതാണ്. എന്തോ പ്രശ്നമുണ്ട്. അന്ന് 10 മണിയാകുമ്പോൾ തീരേണ്ട ഒരു വിഷയം എൻ്റെ മുന്നിലുണ്ട്. അപ്പോൾ ഓൻ ആരെയും കാണും, ഓൻ സ്വന്തം ഭാര്യനെ കണ്ടിട്ടില്ല. ഇവിടെ എന്തേപ്പം പറഞ്ഞു തന്നെ. അപ്പോൾ ഓനെ അവിടെ മര്യാദ ഇല്ലാത്തവനാക്കി. പിന്നെ എല്ലാവരും അയൽവക്കം യോഗം കൂടിയപ്പോൾ ഓനെ വിളിച്ചില്ല. അപ്പോൾ ഒരാൾ പറഞ്ഞു ആ മറ്റോനെ വിളിച്ചിട്ടില്ലല്ലോ മമ്മൂദിനെ. ഓനിപ്പം നമ്മളൊക്കെ ഇവിടെ അയൽക്കാരുണ്ടെന്ന് ഓനുണ്ടോ? അപ്പോഴാണ് ഇപ്പം എൻ്റെ മമ്മൂദിൻ്റെ മാക്കൊരു കല്യാണം വന്ന്. അപ്പോൾ പിന്നെ അന്വേഷിക്കാൻ വന്നു. അപ്പോൾ അയൽവാസി എന്ത് പറഞ്ഞു? അപ്പല്ല, പക്ഷേ എങ്കിൽ ആ പെണ്ണൊക്കെ കാണാൻ തിരക്കടില്ല, പക്ഷേ ഓനങ്ങനെ ഒരു സൈസാ. കഴിഞ്ഞു. അപ്പം പുതിയ അപ്പളുടെ ഏട്ടൻ പറഞ്ഞു അങ്ങനെ സൈസാണെങ്കിൽ നമ്മൾ പോയി പോവുക. ഇപ്പം ഇവിടെ എന്തൊക്കെ ഉണ്ടായത് മനസ്സിലാവില്ല പറഞ്ഞത്. ചിന്തിക്ക്. 32 വയസ്സായി, കല്യാണം മുടക്കുകയാണ് നാട്ടുകാർ. എൻ്റെ കല്യാണം ആയ കാലത്ത് കല്യാണം മുടക്കി, പിന്നെ കല്യാണം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞ് ഈ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് വരെ ഒരു പെണ്ണ് ഇവിടെ വെള്ളിയാഴ്ച വന്നിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ആദ്യകാലത്ത് ആരോഗ്യമുള്ള കാലത്ത്, ഒരു പുരുഷന് പറ്റുന്ന കാലത്ത് അയൽവാസികൾ കല്യാണം മുടക്കി, പിന്നെ പുരുഷന് പറ്റാതെയായി. ഇപ്പം 32 വയസ്സായി എന്ന് ഒരു പെണ്ണ് എന്നോട് ഇവിടെ വന്ന് പറഞ്ഞിട്ടുണ്ട്. ഏകദേശം കഴിഞ്ഞതിന് മേലത്താഴ്ച. എന്തിപ്പോൾ കാരണം? ഓൽക്കൊക്കെ നല്ല ആൾക്ക് കഴിഞ്ഞുകൂടാ. ഏതോ എല്ലാ നാട്ടിലുണ്ട് കല്യാണം മുടക്കിയാൾ. കല്യാണം മുടക്കിയാൾ ഇല്ലാത്തൊരു നാട് എൻ്റെ ആയുസിൽ ഞാൻ കണ്ടിട്ടില്ല. എന്തെങ്കിലും ഒരു കാര്യം ഇതിനൊക്കെ ന്യായം ഉണ്ടാവും. എല്ലാ ന്യായം പറയാനുള്ളതല്ല. മനസ്സിലായില്ലേ? ഈ ദുനിയാവിലെ ഏറ്റവും നന്മയുള്ളവൻ ഒരു കല്യാണം നടത്തി കൊടുക്കണവനാണ്. ഈ ദുനിയാവിലെ ഏറ്റവും വലിയ മോശം ഒരു ഹലാലായ നിലക്ക് ഒരു പെണ്ണിന് ഒരാൾ കല്യാണം കഴിക്കുന്നതിന് തടസ്സപ്പെടുത്തുന്നവനാണ് ഏറ്റവും ദുഷ്ടൻ. ദുഷ്ടനാണ്.
കാരണം അങ്ങനെയാണത്. ഈ ലോകത്തെ ഏറ്റവും വലിയ തിന്മകളിൽ ഹലാലായ തിന്മ ത്വലാഖാണെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ. ത്വലാഖ് നടന്നാൽ അള്ളാന്റെ അർശ് പോലും കിടുകിടാവർച്ചു പോവും. ഒരു ത്വലാഖ് നടന്നാൽ അള്ളാന്റെ അർശ് എന്തുകൊണ്ട്? ഒരു പെണ്ണും ഹലാലായ നിരക്കൊരു പെണ്ണും പുരുഷനും തമ്മിൽ കൂടി ജീവിക്കുന്നതിനെ അകറ്റലാണല്ലോ, അകലാണല്ലോ, രണ്ടകലാണല്ലോ എന്ത് ത്വലാഖ്. അതിൽ അള്ളാന്റെ അർശ് വർക്കുമെങ്കിൽ അള്ളാന്റെ അർശിന് എപ്പോഴാണ് സന്തോഷം ഉണ്ടാകുക? പറയടാ, തിരിച്ച് പറയേ. ഒത്തിരി കാര്യം. ഇവിടുന്ന് ഇറങ്ങുമ്പോൾ 8:30 9:30 ബസ് ഇവിടുന്ന് നേരെ കോഴിക്കോട്ടേക്ക് ഉള്ള ബസ്സാണ് കണ്ടാൽ എനിക്ക് സന്തോഷമാവും. ആ ബസ്സാണ് വന്നാൽ എനിക്ക് സന്തോഷമാവും എന്ന് പറഞ്ഞാൽ ആ 8-9 ബസ് വന്നിട്ടില്ലെങ്കിൽ പിന്നെ എനിക്ക് എന്തുണ്ടാവും? ദുഃഖം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ പോയി ലാബിൽ കയറി ചെക്ക് ചെയ്യണം. ഉറപ്പല്ലേ? അള്ളാന്റെ അർശിന് ദുഃഖമുണ്ടാവും ഒരു ഹലാലായ നിരക്കൊരു പെണ്ണും പുരുഷനും തമ്മിൽ വിട്ടുപിരിയുമ്പോൾ. അപ്പൊ അർശിന് എപ്പോഴാണ് സന്തോഷം ഉണ്ടാകുക? യോജിക്കുമ്പോ. ഈ ലോകത്തെ ഏറ്റവും വലിയ ശിർക്ക് കഴിഞ്ഞാൽ വലിയ തിന്മ എന്താ? സിഹ്റാണ്. അശ്ശിർക്കു ബില്ലാഹി വസ്സിഹ്റു വഖത്ലു النفس التي حرم الله الا بالحق واكل الربا واكل مال اليتيم والتولي يوم الزحف وقذف المحصنات المؤمنات الغافلات. 7 വൻദോഷങ്ങൾ. 1 ശിർക്ക്, 2 സിഹ്ർ. എന്തിനാ സിഹ്ർ വന്ന്? فيتعلمون منهما ما يفرق بين المرء وزوجه. ഈ ഭൂമിയിൽ ആദ്യമായി സിഹ്ർ വന്നത് ഇണകളെ വിട്ടുപിരിക്കാനാണ്. അപ്പോൾ ഒരു ആണിന്റെ ഒരു പെണ്ണിന്റെ പേരിൽ പിത്തനുണ്ടാക്കണം. ഓന്റെ നാവ് കൊണ്ട് ഒരു പെണ്ണും ഭർത്താവും ത്വലാഖിലായാൽ അതടാ നാവിന്റെ സിഹ്റല്ലേ? അതൊരു സിഹ്റല്ലേ? മനസ്സിലായോ പറഞ്ഞത്? ചിന്തിക്ക്. ഒരു ഫിത്ന എന്തോ ഒരു ഫിത്ന. മനസ്സിലായില്ലേ? ചിന്തിക്കണം തന്നെ. ഫിത്ന എപ്പോഴും ഉണ്ടാക്കാം. ഫിത്ന ഉണ്ടാക്കാൻ പോകരുത്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഫിത്ന ആയ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ്. എത്ര അൽ-ബഖറ എത്ര? 102 ആയിരിക്കും. 24 സിഹറിന്റെ ആയത്താണ്. സിഹർ ബാത്തിലാക്കണ ആയത്താണ്. واتبعوا ما تتلو الشياطين على ملك سليمان وما كفر سليمان. 102 മോനെ البقرة 102. فيتعلمون منهما ما يفرقون به بين المرء ما يفرقون به. അവർ വിട്ടുപിരിക്കും ആ ഒന്നുകൊണ്ട്. ബൈനൽ മർഇ ഒന്നെന്താ? സിഹർ. ഫയതഅല്ലമുന മിൻഹുമ. മാറൂത്തിൽ നിന്ന് ജനങ്ങൾ പഠിക്കാൻ തുടങ്ങി. എന്ത്? ഒരു സിഹർ. യുഫരിഖൂന അവർ വിട്ടുപിരിക്കും ബിഹി ഈ സിഹർ കൊണ്ട്. ബൈനൽ മർഇ വസൗജിഹി ഭാര്യയുടെയും ഭർത്താവിൻ്റെ ഇടയിൽ വിട്ടുപിരിക്കുന്നത് വിദ്യ പഠിച്ചു. അപ്പൊ ഈ ലോകത്ത് ആദ്യമായി സിഹർ വന്നത് എന്തിനാ? അതിന്റെ കച്ചവടം പൊളിക്കാനല്ല, ഭാര്യയും ഭർത്താവിന് വിട്ടുപിരിക്കാനാണ്. അതിനാണ് സിഹർ ഭൂമിയിൽ ആദ്യം ഇറങ്ങിയത്. നഊദു ബില്ലാഹ്. അപ്പൊ നിങ്ങൾ മനസ്സിലായില്ല കുട്ടികളെ? ഈ ലോകത്തെ ഏറ്റവും വലിയ തിന്മയായ ശിർക്ക് കഴിഞ്ഞാൽ ഏറ്റവും വലിയ തിന്മയായ എന്ത്? സിഹർ വന്നത് എന്തിനാണ്? ഭാര്യയും ഭർത്താവിനും തമ്മിൽ വിട്ടിരിക്കാനാണ്. ഇനി ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഓളിപ്പേൻ എപ്പോഴാണ് നേരത്തിന് വന്നതെന്ന് പറഞ്ഞ വാക്കട് കത്തിയാൽ അവസാനം അത് എവിടെ എത്തും? ത്വലാഖിലെത്തും. അപ്പോൾ എന്നെപ്പോൾ ഇവിടെ അടുക്കളയ്ക്ക് നേരത്തിന് വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞ ഈ വാക്ക് എന്തായി മാറി? സിഹർ തന്നെ ഉള്ളത്. ചില വാക്കിൽ സിഹറില്ലേ? അള്ളാഹു കാക്കട്ടെ. ഒക്കെ പറ അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. 25-35 കൊല്ലം ഒരു പള്ളിയിൽ നല്ല നിലക്ക് ജീവിച്ചു പോകുന്ന ആ മഹല്ലേറ്റ് വലിയ ബന്ധമുള്ള ഒരു മൂല്യരെ സ്വാലിയായ മനുഷ്യനെ അങ്ങനത്തെ ഒന്ന് പോയാൽ പിന്നെ ആ ജാതി ഒന്നും കിട്ടൂല. ഏതോ ജമാഅത്തിന് വരുന്ന ഒരുത്തൻ്റെ ഒരു വാക്കുകൊണ്ട് ആ നാട്ടുകാർ അയാൾ തമ്മിൽ തെറ്റുമല്ലേ? എത്ര ആ ജാതി പിന്നൊന്ന് ആ മഹലിൽ കിട്ടുമോ? കിട്ടൂല. മഹലിൽ അതോടുകൂടി നാശമായി. മഹലിൽ ചിലപ്പോൾ 2 ആവും. അവിടെ ഇനി മഹലിൽ 2 ആവും. എന്തേ? അയാൾ നിർത്തണമെന്ന് കൂട്ടർ അതയാളെ അയക്കണം. കുറെ കാലമായില്ലേ 10-25 കൊല്ലായാലും പോയിക്കൂടെ അയാൾക്ക്? ഒറ്റ വാക്ക്. മനസ്സിലായി? പറഞ്ഞ് ചിന്തിക്ക്. അതൊരു സിഹറിന്റെ വാക്കായി മാറും അവിടെ.
അൽ ഫിത്നത്തു നായിമാ. അപ്പൊ ഈ ഫിത്ന എവിടെയും ഉറങ്ങിക്കിടക്കുന്നുണ്ട്. ഫിത്ന എവിടെയും ഉറങ്ങിക്കിടക്കുന്നുണ്ട്. എവിടെയും. ഇപ്പം 7 മണിക്കാണ് ക്ലാസ് തുടങ്ങുന്നുണ്ട്. ഇന്നിപ്പോൾ 7:45 ക്ലാസ് തുടങ്ങി. എന്തേ? ഞാൻ വരാൻ നേരം വൈകി. അതിൻ്റെതായ കാരണങ്ങളുണ്ട്. ഇപ്പം ഇനി ഒരാൾക്ക് ഇത് പൊളിക്കാം. എന്ത്? ഈ അമ്മയെ തുടങ്ങൂല. ആർക്കതിനൊക്കെ നേരം? നിങ്ങൾ ഇവിടെ കൂടി നിൽക്കേണ്ട ഒരാൾ പറഞ്ഞാൽ മതി. എന്തിപ്പം ചെയ്ത് പറഞ്ഞ ശരിയാണ്. കഴിഞ്ഞ ആഴ്ച 7 മണിക്ക് തുടങ്ങിയിട്ടില്ല. അതിന് ആരും ഉത്തരവാദിയല്ല. ഓരോ കാരണങ്ങളുണ്ടാവും. ഒന്നിപ്പോൾ സുബഹി നേരം വൈകിട്ടാണ്. ഉദയം തന്നെ ഇപ്പോൾ 6:27 6:28 ആണ് ഉദയം അല്ലേ? അങ്ങനെ തന്നെയല്ലേ? വളരെ നേരം വൈകിട്ടാണ്. അപ്പോൾ എല്ലാം കൂടി കഴിഞ്ഞ് നമ്മൾ പോലത്തോൾക്ക് പല ഔറാദുകളും ഉണ്ടാവും. അപ്പോൾ എല്ലാം കഴിഞ്ഞ് പിന്നെ സുബഹിൻ്റെ ശേഷമുള്ള ഔറാദൊക്കെ കഴിഞ്ഞ് പിന്നെ വന്ന് കുളിച്ച് ശുദ്ധിയായി വരുമ്പോൾ നേരം വൈകി. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഒരു ചായ ബിസ്ക്കറ്റ് ആരും തരും, അതിന് കാത്തുത്തിരിക്കണം. അത് കുടിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ഒരു റാഹത്തില്ല. അപ്പം അങ്ങനെ അപ്പോൾ ചുരുക്കി പറഞ്ഞ് നമ്മളറിയാതെ നേരം വൈകി. ഒപ്പം പോരൻ്റെ വണ്ടി പോരൻ്റെ ആൾക്ക് എന്താ ചെരുപ്പ് കിട്ടിയില്ല, അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക, പിന്നെ മുഖത്ത് ഇടുന്ന മുഖപ്പടം കിട്ടിയില്ല. അതിൻ്റെ പേരിൽ ഓല അങ്ങോട്ട് പാഞ്ഞ് അങ്ങനെയാണല്ലോ സാധനങ്ങളൊക്കെ അവസാനം എടുക്കുന്ന ആളുകൾ പെണ്ണുങ്ങളാണ്. അപ്പോൾ അതിന് വേണ്ടി 10 മിനിറ്റ് അങ്ങനെ പോയി. മനസ്സിലായില്ലേ? ഞാൻ കൊണ്ടത് മൂസക്കുട്ടിയാണ്. 7 മണിക്കെങ്കിലും നമുക്ക് അവിടെ നിന്ന് ഇറങ്ങണം എന്ന് പറഞ്ഞിരുന്നു. പിന്നെ 7:05 5:10 ഓൻ വരുള്ളൂ. ഓനപ്പോൾ ഒരു ടോയ്ലറ്റ് പോയി തിരിച്ചു വന്നു. ഒന്നും ഉണ്ടായിട്ടല്ല. ഇതിങ്ങനെ തന്നൊരു കുറ്റല്ല. അപ്പോൾ അവിടെ 7:35 അവിടെ എത്തുന്നത്. അപ്പം ഇത് ഒരു മനുഷ്യൻ, ഇതൊക്കെ സ്വാഭാവികമാണ്. ഇനി ഒരാൾക്കവിടെ ഫിത്ന ഉണ്ടാക്കാം എന്നപ്പോൾ നേരത്തെ തുടങ്ങി. മൂപ്പർക്ക് തോന്നിയ മാതിരിയല്ലേ? കഴിഞ്ഞ് ഇനി അത് പൊളിയാനും അത് മതി. ഒറ്റ വാക്ക് അയിമ വരുത്ത വർത്താനം പറയുകയാണെങ്കിൽ ഓന് പറയും ചെയ്യാം. ഞാൻ അപ്പം എന്ത് തെറ്റവിടെ പറഞ്ഞ് ഞാൻ പറഞ്ഞ നേരനല്ലേ? ഞാൻ ക്ലാസ് നടക്കണ്ടെന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ ഇതെന്താണ്? ഇതിൻ്റെ പേരിൽ ഓനെതിരെ കേസ് കൊടുക്കാൻ പറ്റൂല. കാരണം പറഞ്ഞ നേരാണ്. പക്ഷെ അതെന്താണ്? ഫിത്നയാണ്. അൽ ഫിത്നത്തു നായിമ ഫമൻ യഖ്ളാ ഫഅലൈഹി ലഅനത്തുല്ലാഹ്. അങ്ങനെയാണ്. എന്തിനും ഫിത്ന ഉണ്ടാക്കുക, എന്തിനും ഫിത്ന ഉണ്ടാക്കുക. അപ്പം ഇതൊക്കെ മനുഷ്യർ നമ്മൾ സംഭവിച്ചുകൊണ്ടിരിക്കുക. ഇതാകട്ടെ സിഹറിൻ്റെ ഒരു ഭാഗമാണ്. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. അവിടെയൊക്കെ മനുഷ്യൻ സൂക്ഷിക്കണം. മൻകാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫല്യഖുൽ ഹലാലന്നല്ല ഫല്യഖുൽ ഖൈറന്ന. ഇതൊക്കെ ഇവിടെ ഹലാല് പറഞ്ഞോട്ടെ എന്നല്ല, സത്യം പറഞ്ഞോട്ടെ എന്നുമല്ല. ഫല്യഖുൽ ഖൈറൻ, ഖൈറ് പറഞ്ഞോട്ടെ. ഖൈറ് ചിലപ്പം നുണയാവും. നിങ്ങളിൻ്റെ കൂടെ അല്ല. ഖൈറ് ചിലപ്പം നുണയാവും. നിങ്ങളിൻ്റെ കൂടെ ഇരിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞുതരാം. മൻകാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫല്യഖുൽ സിദ്ഖ് എന്നാണോ ഹദീസ്? ഒരു നേര് പറഞ്ഞോട്ടെ എന്നാണോ ഹദീസ്? പറയുടെ ചെങ്ങായിമാരെ, അങ്ങനെയാണോ ഹദീസ്? ഹദീസ് എങ്ങനെ? മൻകാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫല്യഖുൽ സിദ്ഖൻ. അള്ളാഹുവിൽ അന്ത്യനാൾ വിശ്വാസമുള്ളവർ സത്യം പറഞ്ഞോട്ടെ എന്നാണോ ഹദീസ്? സത്യം തന്നെ പറയുന്നുണ്ട്. പക്ഷെ അവിടെ ഹദീസ് സത്യം പറയട്ടെ എന്നാണോ? അല്ല. ഫല്യഖുൽ ഖൈറൻ, ഖൈറ് പറഞ്ഞോട്ടെ. ഔലി യസ്മുത്ത്, അല്ലെങ്കിൽ മുണ്ടാതിരുന്നോട്ടെ. ഇപ്പം ഞാനും മാഷും തമ്മിൽ തെറ്റിന്ന് സങ്കല്പിക്കും. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഒരു ഉദാഹരണം, തമ്മിൽ തെറ്റിന്ന് സങ്കല്പിക്കും. ഞാൻ എൻ്റെ തങ്ങൂര് വന്നാലും പറയും അയാൾ ശരിയില്ല, അയാളൊക്കെ നല്ല മനുഷ്യനെന്നല്ലേ നമ്മൾ വിചാരിച്ച്. അയാൾ അങ്ങനെയല്ല, അയാൾ ഇങ്ങനെയല്ല, അയാൾ അങ്ങനെ ഇങ്ങനെ മറ്റത് മറിച്ച് ഇങ്ങനെ ഞാൻ പറയുന്ന സങ്കല്പിക്കും. മാഷിനെ പറ്റി പറയുന്നു സങ്കല്പിക്കുക. അതൊക്കെ മനുഷ്യ സഹജമായി ചിലപ്പോൾ വരുന്ന സംഭവങ്ങളാണ്. ഞാൻ അതിൻ്റെ ഇടയിൽ സലാമും അൻവറും കൂടി എന്ത് ചെയ്തു? മസ്ലഹത്താക്കാൻ തീരുമാനിച്ചു. അങ്ങനെ മസ്ലഹത്താക്കാൻ വേണ്ടി ഇപ്പോൾ രണ്ടാളും എൻ്റെ അടുത്ത് വന്നു. അപ്പം ഞാനങ്ങോട്ട് പൊട്ടി. നിങ്ങൾ മസ്ലഹത്തിന് ഇറങ്ങിയാ അയാളെത്തി എന്ത് ഭർത്താനാണ് ഞങ്ങൾ പറയുന്നത്? അയാളെ കാര്യം നിങ്ങൾ വിചാരിച്ച് ഇങ്ങനെ ഞാൻ അങ്ങോട്ട് പറഞ്ഞിട്ട് ചെവി പൊട്ടുന്ന വർത്താനം ഞാൻ സലാമിനോട് അൻവറിനോട് പറഞ്ഞു. ആയിക്കോട്ടെ ഉസ്താദെ, ഇത് അങ്ങോട്ട് മസ്ലഹത്തായി വരികയാണെങ്കിൽ നിങ്ങൾ സമ്മതിക്കൂലേ? ഞങ്ങൾക്ക് വേണ്ടി സമ്മതിക്കാം. ഇപ്പം ഇവിടെ എന്തായി? ഒന്ന് തണുപ്പിച്ചിട്ടു. ഇനി നേരെ ഇവർ രണ്ടാളും മാഷെടുത്തു പോയി.
മാഷെടുത്ത് പോയപ്പോൾ മാഷ് നേരെ നിങ്ങളെ ഉസ്താദ് തമ്മിലുള്ള പ്രശ്നം മസ്ലഹത്താൻ വേണ്ടി ഇറങ്ങിയതാണ്. മസ്ലഹത്തോ മൂപ്പരോടോ എന്ത് വർത്താനാടോ, മൂപ്പരോട് ചാടാൻ തുടങ്ങി. മാഷ് പറയാണ് അങ്ങനത്തെ ഒരു മൂല്യനുണ്ടാവില്ല, എന്ത് മനുഷ്യനാ മൂപ്പര്. അപ്പോ 2 മിനിറ്റ് 3 മിനിറ്റ് ഇവർ കേട്ടിട്ട് ഇവർ പറയണം അവിടെ നിങ്ങളൊന്ന് നിർത്തി, ഞങ്ങൾ പുസ്തകത്തിൻ്റെ അടുത്ത് പോയി വരിക, ആ മനുഷ്യൻ നിങ്ങളെപ്പറ്റി പറയാൻ 100 നാവ, ഞങ്ങൾ തമ്മിൽ എന്തോ സന്ദർഭവശാൽ ഒന്ന് തെറ്റിയെന്നുള്ളൂ, പക്ഷെ മാഷ് ഞാൻ കണ്ട ഏറ്റവും നല്ല മനുഷ്യനാണ് കേട്ടോ എന്ന് 100 നാവുകൊണ്ടാണ് അയാൾ ഈ ഉസ്താദ് നിങ്ങളെപ്പറ്റി പറഞ്ഞതെന്ന് പറയുമ്പോൾ അപ്പം മാഷ് എന്താ പറയുന്നൊരു സംഗതി അങ്ങനെ തന്നെയാണ്. അതൊക്കെ എന്തോ പറ്റിപ്പോയതാ. ഉസ്താദിനെ പറ്റുമ്പോൾ ഞാനിപ്പോൾ എന്തൊക്കെ പറഞ്ഞു. പിന്നിപ്പം മനുഷ്യന്മാർ സ്വാഭാവികമായിട്ട് പറഞ്ഞു ഉസ്താദ് ആള് നല്ല മനുഷ്യൻ തന്നെയാണ് കേട്ടോ, എനിക്കറിയാം പല ആളുകളും പറ്റി മുപ്പര് നല്ല പറഞ്ഞതായി ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ മാഷയും കൊണ്ടാണ് എൻ്റെ അടുത്തേക്ക് വരുന്നത്, ചിരിച്ചുകൊണ്ട്. മാഷ് ചിരിച്ചുകൊണ്ട് വരാൻ കാരണം എന്താ, 1 മണിക്കൂർ മുമ്പ് തേനൂറിന് 1000 നാവ് കൊണ്ടാണ് മൂപ്പരെ നന്മ ഞാൻ പറഞ്ഞതെന്ന് വിചാരിച്ചാണ്ടാണ് മൂപ്പര് ചിരിച്ചുകൊണ്ട് വരുന്നത്. അച്ചിറി കണ്ടപ്പം ഞാനും ചിരിച്ചുപോയി. മസലാത്ത് അവിടെ നടന്നു. ഇതിനെന്ത് പറയും? അതെ, അൽ മുസ്ലിഹു ലൈസ ബികദ്ദാബിൻ എഴുതിയേക്ക്. മസ്ലഹത്തിന് വേണ്ടി കളവ് പറഞ്ഞവനല്ല. മുസ്തഫ നബി പറഞ്ഞു അൽ മുസ്ലിഹു ലൈസ ബികദ്ദാബിൻ. ഒരാൾ അവിടെ കളവ് പറയൽ നിർബന്ധ. ആ കളവ് അവിടെ എന്താണ്? ജായിസ് നല്ല പറഞ്ഞ ഹദീസ് ഖൈറുൻ പറയുടെ ചങ്ങായി കുറച്ച് നേരത്തെ ഞാൻ പറഞ്ഞത് ഫൽയഖുൽ ഖൈറൻ. അവിടെ അത് ഒരു മസ്ലഹത്ത് എന്ന ഖൈറിന് വേണ്ടി ഇതിവിടെ പറയണം. അപ്പം ആ കളവ് അവിടെ എന്താണ്? പറയാ എന്താണ് അവിടെ നേര് പറഞ്ഞാൽ അവിടെ എന്തായി? ഒരിക്കലും. അപ്പോൾ ഓല് പറഞ്ഞു എന്താ പറയുക, നിങ്ങൾ പറയണതിന് അത്ഭുതമല്ല. അയാളെ എടുത്തിട്ട് പോയിട്ട് ഞങ്ങൾ ചെവി പൊട്ടിപ്പോയി. അയാൾ പറഞ്ഞ വർത്താനം കേട്ടിട്ട് നിങ്ങളെപ്പറ്റി തരീം മോശം, നിങ്ങൾ നന്നാണ്ടാന്ന്. അസ്സലാമു അലൈക്കും. അൽ മുസ്ലിഹു ലൈസ ബികദ്ദാബിൻ. മസ്ലഹത്തിൽ കളവ് പറഞ്ഞവൻ അല്ല. എഴുതി വെക്കടാ. അൽ മുസ്ലിഹു ലൈസ ബികദ്ദാബിൻ. മസ്ലഹത്തിന് വേണ്ടി കളവ് പറഞ്ഞവൻ അല്ല. കാരണം ജനങ്ങളുടെ ഇടയിൽ നടക്കേണ്ടത് മസ്ലഹത്താണ്. മനസ്സിലായില്ലേ? ചിന്തിക്ക്.